നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് രാവിലെ തുടങ്ങുകയാണ്. ആദ്യം നോക്കാം പ്രധാന വാർത്ത. നടിയെ ആക്രമിച്ച കേസിൽ വിധി ഇന്ന്. ശിക്ഷ വിധിക്കുക എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. 6 പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. ഇളവ് തേടാൻ പ്രതിഭാഗം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ. ഹൈക്കോടതി ഹർജി ഇന്ന് പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം കുറ്റവാളിയാണെന്ന വാദം. തെളിവുകൾ പരിഗണിച്ചില്ല. സെഷൻസ് കോടതിക്ക് പിഴവ് പറ്റിയെന്നും സർക്കാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധി നാളെ. 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. പ്രതീക്ഷയോടെ മുന്നണികൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. വിധി പറയുക കൊല്ലം വിജിലൻസ് കോടതി. ജാമ്യം ലഭിച്ചാലും പുറത്തിറങ്ങാൻ കഴിയില്ല. സന്നിധാനത്ത് ഭക്തജന പ്രവാഹം. സിനിമാ പ്രേമികളുടെ തലസ്ഥാനമാകാൻ തിരുവനന്തപുരം. 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരിതെളിയും. ഔദ്യോഗിക ഉദ്ഘാടനം വൈകിട്ട് നിശാഗന്ധിയിൽ. പ്രദർശിപ്പിക്കുക 86 രാജ്യങ്ങളിൽ നിന്നുള്ള 206 ചിത്രങ്ങൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2ാം T20യിൽ ഇന്ത്യക്ക് അടിതെറ്റി. സന്ദർശകരുടെ ജയം 51 റൺസിന്. വമ്പൻ പരാജയത്തിൽ നിന്ന് കാത്തത് തിലക് വർമ്മ. 4 വിക്കറ്റ് വീഴ്ത്തി ഓട്ട്നീൽ ബാറ്റ്മാൻ. വാർത്തകളിലേക്ക് വിശദമായി പോകാം. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്നാണ്. രാവിലെ 11-ന് കോടതി നടപടികൾ ആരംഭിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് ശിക്ഷ വിധിക്കും. കൂട്ടബലാത്സംഗം, ഗൂഢാലോചന ഉൾപ്പെടെ 10 കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഇവർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ഗുഡ് മോർണിംഗ്. ഇന്ന് ആ ശിക്ഷ എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ലോകം. കഴിഞ്ഞ 9 വർഷമായുള്ള കേസിന്റെ ശിക്ഷാവിധി വരുമ്പോൾ വളരെ ആകാംക്ഷയിലാണ്. എന്തൊക്കെയാണ് വാദിച്ചിരുന്നത്? കോടതിയിൽ നിന്നുള്ള പ്രതീക്ഷിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ വളരെ ആകാംക്ഷയോടെ, ഒരുപക്ഷെ ഇത്രമേൽ സൗഹൃദം ഒരു കോടതി നടപടികളെ കേരളം വീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്താണ് കോടതിയിൽ നടക്കുന്നതെന്ന് ഇത്ര കൃത്യമായിട്ട് പിന്തുടർന്നിട്ടുണ്ടാകില്ല കേരളം. കാരണം ഇതിൻ്റെ നാൾവഴികളും നടപടികളും എല്ലാം അത്ര കണ്ട വിവാദങ്ങളും എല്ലാം നിറഞ്ഞത് തന്നെയായതുകൊണ്ട് തന്നെ ആണ് ഇതിലേക്ക് പോകുന്നത്. ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു നടൻ തന്നെ ഗൂഢാലോചനയിൽ പ്രതിയാകുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുമ്പോൾ വലിയ രീതിയിലാണ് അത് നോക്കിക്കണ്ടിരുന്നത്. പിന്നീട് അതിൻ്റെ ഒരു ട്രയൽ വർഷങ്ങൾ നീണ്ടുനിന്ന വിചാരണയും എല്ലാം തന്നെ പൂർത്തിയാകുന്നതിന് ശേഷം ഇതിൽ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്ന നടൻ തന്നെ അതിൽ കുറ്റം കോടതിയിൽ തെളിയാതെ തന്നെ ഒഴിവാക്കപ്പെടുന്നൊരു സാഹചര്യം വരുന്നു. ഒപ്പം ഇന്നിപ്പോൾ അതിൻ്റെ ഒരു വിധി പ്രസ്താവത്തിലേക്കടക്കം കടക്കുകയാണ്. വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസ്. അതിൽ ആദ്യത്തെ 6 പ്രതികളാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടിരിക്കുന്നത്. ഈ 6 പ്രതികൾക്കുള്ള ശിക്ഷയാണ് ഇന്ന് വിധിക്കുക. കോടതി നടപടികൾ 11 മണിക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടപടികൾ 11 മണിക്ക് ആരംഭിക്കുകയും ചെയ്യും. ഈ 11 മണിക്ക് കോടതി നടപടികൾ തുടങ്ങുമ്പോൾ ഇവർക്കുള്ള വിധി പ്രസ്താവത്തിലേക്ക് കടക്കും മുമ്പ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഈ പ്രതികൾക്ക് അവരുടെ ഭാഗം കൂടി പറയാൻ, തങ്ങൾ കുറ്റക്കാരല്ല എന്നത് കൂടി പറയുവാനുള്ള അവസാനപ്പെട്ട ഒരു അവസരം, അതിൽ തങ്ങൾ പ്രതികളല്ല എന്ന് പറയാനുള്ള ഒരു അവസരം കൂടി ലഭിക്കും. മറുവാദം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇതിനുശേഷമായിരിക്കും വിധി പ്രസ്താവത്തിലേക്ക് കടക്കും. ഒരുപക്ഷെ ഒരു ഉച്ചയോടുകൂടിയായിരിക്കും വിധി പ്രസ്താവം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരമാവധി ശിക്ഷ ഇവർക്ക് നൽകണമെന്ന് സ്വാഭാവികമായും തന്നെ പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട്.
കാരണം ഈ ചുമത്തപ്പെട്ട കുറ്റങ്ങളെല്ലാം തെളിഞ്ഞിരിക്കുന്നത് ഈ 6 പ്രതികൾക്ക് മേലാണ്. ഇവർക്ക് മേൽ നിലവിൽ ചുമത്തിയിരിക്കുന്നതെല്ലാം തന്നെയും ഗുരുതരമായ വകുപ്പുകൾ അടങ്ങിയതാണ്. കൂട്ടബലാത്സംഗം, സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകൽ, കുറ്റകരമായ ഗൂഢാലോചന തുടങ്ങി നിരവധിയായ വകുപ്പുകൾ തന്നെ ഈ 6 പ്രതികൾക്ക് എതിരെയും ചുമത്തിയിട്ടുണ്ട്. ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന വകുപ്പുകൾ തന്നെയാണ് ഇതെല്ലാം തന്നെയും. മറ്റ് അനുബന്ധ വകുപ്പുകളെല്ലാം തന്നെ വേറെയും ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ ജീവപര്യന്തമോ അതിൽ കൂടുതൽ, കാരണം ചിലപ്പോൾ ഇരട്ട ജീവപര്യന്തം പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിധിക്കാറുണ്ട്. അത് ഒരുമിച്ച് അനുഭവിക്കണോ വേണ്ടയോ എന്നതെല്ലാം തന്നെ കോടതിയുടെ ഒരു വിവേചനാധികാരവും എല്ലാം തന്നെയാണ്. ഇതിൽ പ്രതികൾ സ്വാഭാവികമായി മുന്നോട്ട് വയ്ക്കുക തങ്ങളിതിൽ കുറ്റക്കാരല്ല. അതുമാത്രവുമല്ല, ഈ ഒന്നാം പ്രതിയായ ഈ സുനിൽകുമാർ എന്ന പൾസസുനിയെ പോലുള്ളവർ ദീർഘകാലമായി വിചാരണയിലും മറ്റുമായിട്ട് ജയിലിൽ കഴിഞ്ഞവരാണ്. തങ്ങളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ അവരെല്ലാം തന്നെ സ്വാഭാവികമായും ആവശ്യപ്പെടും. ഏതായാലും എന്താണ് കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? കേരളം ഒരു കടുത്ത ശിക്ഷ ഈ പ്രതികൾക്ക് ലഭിക്കും എന്നൊരു പ്രതീക്ഷയോടെ ആണ് കേരളം ഉറ്റുനോക്കുന്നത്. കാരണം വളരെ ഹീനമായ ഒരു കുറ്റകൃത്യമാണ് ഇവർ ചെയ്തത്. ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകുക, അതിൽ ബലാത്സംഗം ചെയ്യുക, ഒപ്പം തന്നെ അത് ക്യാമറയിൽ പകർത്തുക, അത് പ്രചരിപ്പിക്കുക, ഈ രീതിയിൽ അതൊരു കൊട്ടേഷനാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുക, ഇതെല്ലാം തന്നെയാണ് കേരളത്തെ സമൂഹത്തെ തന്നെ ഞെട്ടിച്ചത്. ഒപ്പം ഇതിലിപ്പോഴും നിലനിൽക്കുന്നത് ഒരു ഗൂഢാലോചന എന്ന കാര്യങ്ങൾ, അതിൽ ഇപ്പോഴും സന്ദേഹങ്ങൾ അവശേഷിക്കുകയാണ്. ആരുടെ ഗൂഢാലോചന എന്നതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത ഇന്നുണ്ടാകുമെന്നതാണ്. കാരണം കഴിഞ്ഞ ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആ 8-ാം തീയതിക്ക് ശേഷമുള്ള ഈ ദിവസങ്ങളിലെല്ലാം തന്നെയും വലിയ രീതിയിലുള്ള ആലോചനകളെല്ലാം പുറത്ത് നടക്കുന്നു. വലിയ രീതിയിലുള്ള ഈ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. കാരണം 8-ാം പ്രതിയായിരുന്ന നടൻ ദിലീപിനെ ഈ കേസിൽ നിന്ന് വിട്ടയച്ചത് മുതൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു കോടതി വിധി. അപ്പോൾ അതിനെല്ലാം ഉത്തരം കൂടി കണ്ടെത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് മറ്റ് പ്രതികളെ, ദിലീപ് അടക്കമുള്ള മറ്റ് 4 പ്രതികളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി? അതിൽ കോടതിയുടെ കണ്ടെത്തലുകളാണോ അതിൽ പ്രധാനമായിരുന്നത്? ഇവരുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റം പ്രോസിക്യൂഷനെ തെളിയിക്കാൻ കഴിയാതെ പോയോ? തെളിവുകളുടെ അഭാവമായിരുന്നോ? ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കൃത്യത, അതിലൊരു വ്യക്തതയും എല്ലാം തന്നെ വരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ കോടതി വിധി പ്രതികൾക്കുള്ള ശിക്ഷ എന്താണ് എന്ന് അറിയാൻ കാത്തിരിക്കുന്നത് പോലെ തന്നെയാണ് ഇവർക്ക് ഈ മറ്റ് 4 പ്രതികൾ, ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ എങ്ങനെയാണ് ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയത് എന്നതുകൂടി അറിയാനുള്ളൊരു കൗതുകവും എന്നതുകൂടി അറിയാനുള്ളൊരു താല്പര്യവും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കൂടി ഇന്ന് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പ്രസ്താവന നടത്തുന്നത്. നീണ്ട ഈ വിചാരണയുടെ നാളുകളിലെല്ലാം തന്നെ അവർ തന്നെയായിരുന്നു ഈ കേസ് കേൾക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് വിധി പ്രസ്താവത്തിലേക്ക് 11 മണിയോടെ കടക്കും. ഈ 6 പേരും കുറ്റക്കാര് എന്നതാണ് കോടതി കണ്ടിരിക്കുന്നത്. 1-ാം പ്രതിയായ സുനിൽകുമാർ എന്ന പൾസസുനി, അതോടൊപ്പം തന്നെ ഈ വാഹനം തട്ടിക്കൊണ്ടുപോയ വാഹനത്തിൻ്റെ ഡ്രൈവർ മാർട്ടിൻ ആൻ്റണി, മറ്റ് കൊട്ടേഷൻ സംഘാംഗങ്ങളായ മണികണ്ഠൻ, അതോടൊപ്പം തന്നെ VP വിജീഷ, വടിവാൾ സലീം എന്ന് പറയുന്ന സലീം, അതോടൊപ്പം പ്രദീപ് തുടങ്ങിയ പ്രതികളാണ് ഇത്തരം 6 പ്രതികൾ വന്നിരിക്കുന്നത്. ഏതായാലും ഇവർക്കുള്ള ശിക്ഷയും എന്താണ് എന്നറിയാൻ ആണ് 11 മണിയോടെ കോടതി ചേരുന്നത്. ശരി ഡാനി പറഞ്ഞതുപോലെ ഇത് സത്യത്തിലൊരു കേസിന്റെ അന്ത്യം എന്ന് പറയാൻ കഴിയില്ല, മറ്റൊന്നിന്റെ തുടക്കം കൂടിയാണ്. കാരണം നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട വിധിപ്പകർപ്പ് അത് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എങ്ങനെ ദിലീപ് ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ടു എന്ന കാര്യം ഈ വിധിപ്പകർപ്പിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ വിധിപ്പകർപ്പ് പുറത്തു വന്ന ശേഷം ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി പ്രോസിക്യൂഷൻ പോകുമെന്നാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? അശ്വതി, ഇതിൽ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ കൃത്യതയോടുകൂടി കോടതിയെ സമീപിക്കണമെങ്കിൽ വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ അതിൽ കൃത്യതയോടുകൂടി പോകാനായിട്ട് സാധിക്കൂ. അപ്പോൾ ആ ഒരു സാങ്കേതിക അടിസ്ഥാനത്തിൽ കൃത്യമായും വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷമായി ഹൈക്കോടതിയിലേക്ക് പോകുക. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അതിജീവിതയുടെ അഭിഭാഷക TV മിനി അവർ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ എനിക്ക് തുറന്ന് സംസാരിക്കാനുണ്ട്. അതിജീവിത ഈ വിചാരണ വേളയിലടക്കം നേരിട്ടത് കടുത്ത മാനസിക സംഘർഷമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് പറയാനുള്ളതെല്ലാം ഈ വിധി പ്രസ്താവത്തിൽ എന്താണ് ഉള്ളത്
എന്തുകൊണ്ട് ഈ പ്രതികളെല്ലാം തന്നെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം, മറ്റു പ്രതികൾ ഒഴിവാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഞാൻ ആ വിധി പകർപ്പ് കിട്ടിയിട്ട് എനിക്ക് പറയാനുണ്ട്. തീർച്ചയായും ഞാനത് പറയുകയും ചെയ്യും. കാരണം അവരുടെ ഒരു പ്രതികരണം പിന്നീട് ഈ കോടതിയുടെ കണ്ടെത്തലിന് ശേഷം കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും മറ്റു പ്രതികളെ ഒഴിവാക്കിയ നടപടിക്ക് ശേഷം പിന്നീട് ഉണ്ടായില്ല ഒരു പരസ്യ പ്രതികരണം. ഇവർക്ക് നേരെയും സൈബർ ആക്രമണവും കാര്യവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാമുള്ള ഒരു പ്രതികരണം ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതിൽ അപ്പീൽ പോകുമെന്ന കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കും വരെ സർക്കാർ ഒപ്പമുണ്ട് എന്നതടക്കം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കോടതി വിധിക്ക് ശേഷം ഈ ഒരു അധ്യായം അവസാനിക്കുകയല്ല, മറ്റൊന്ന് തുറക്കപ്പെടുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. കാരണം ഇനി നീണ്ട വ്യവഹാരങ്ങളുടെ ദിവസങ്ങൾ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി പോകും. ഏതും മേൽക്കോടതി വരെയും ഇതിൽ നീതി ലഭിക്കും വരെ പോകുമെന്നത് പറഞ്ഞിട്ടുണ്ട്. കേസിലെ മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടണം. ഒരാളെ ഒഴിവാക്കി എന്ന് അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേക പേര് പറഞ്ഞ് ഒഴിവാക്കുന്നു എന്നതല്ല. ഇതിൽ മുഴുവൻ പേരും കുറ്റക്കാരാണ്, മുഴുവൻ പേരും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഏതായാലും അത്തരം നടപടികൾക്ക് കൂടി ഒരുപക്ഷെ ഇന്നത്തെ വിധി പ്രസ്താവത്തിന് ശേഷം ഏറെ വൈകാതെ തന്നെ ഹൈക്കോടതിയിലും തുടക്കമാകും. ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികളെയും കോടതിയിലെത്തിക്കുമല്ലേ ഡാനി? അത് മാത്രമല്ല, അവർക്ക് പറയാനുള്ളത് എന്ത് എന്ന് കേൾക്കും. മനസ്സിലാകുന്നത് ഈ വീട്ടിലെ പ്രാരാബ്ദങ്ങളടക്കം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, കുടുംബത്തെ നോക്കണം, ഇത്രയും നാൾ ജയിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കണം. അത്തരത്തിൽ അവരുടെ വാദങ്ങളും ഇന്ന് കേൾക്കും. തീർച്ചയായും. കാരണം കോടതി വാദിയുടെയും പ്രതിയുടെയും വാദിയുടെയും എല്ലാം തന്നെ അവർക്ക് പറയാനുള്ളത് തീർച്ചയായും തന്നെ കോടതി കേൾക്കും. കാരണം അതിൻ്റെ ഒരു രീതിയും നടപടികളും അനുസരിച്ച് അത് തന്നെയാണ്. ഇതിൽ ഇപ്പോൾ വിയ്യൂർ ജയിലിലേക്കാണ് പ്രതികളെ കൊണ്ടുപോയിരിക്കുന്നത് 6 പേരെയും. അവിടെ നിന്ന് 11 മണിയോടുകൂടി ഇന്ന് കോടതിയിലെത്തിക്കും. ഈ വിധി പ്രസ്താവത്തിന് അവരും ഉണ്ടാകും. അവർക്ക് പറയാനുള്ളത് നേരിട്ടും അവരുടെ അഭിഭാഷകൻ വഴിയുമെല്ലാം തന്നെ കോടതി കേൾക്കും. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായും ഈ കേസുകളുടെ എല്ലാം തന്നെ അവസാനം പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും തന്നെ കുടുംബ പ്രാരാബ്ദങ്ങളും സങ്കടങ്ങളും തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കൊടിയ കുറ്റവാളികളുടെ പല കേസുകളിലും തന്നെയും അവർ ഏറ്റവും അവസാനത്തെ ഒരു ആയുധം കോടതിക്ക് മുന്നിലേക്ക് എടുത്തു വയ്ക്കുന്നത് അവരുടെ പ്രാരാബ്ദങ്ങളും മറ്റാരുമില്ല, ജയിലിലേക്ക് തങ്ങൾ പോവുകയാണ്, കടുത്ത ശിക്ഷ നൽകുകയാണെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു സ്ഥിതിയും കാര്യങ്ങളും എല്ലാം തന്നെ വയ്ക്കും. ഇവരുടെ സാമ്പത്തിക സ്ഥിതി കൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് വന്നതാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, തങ്ങളുടെ പ്രതിസന്ധികൾക്ക് മുന്നിൽ കണ്ടുകൊണ്ട് പെട്ടുപോവുകയായിരുന്നു എന്നതെല്ലാം പലപ്പോഴും പല കോടതി നടപടികളുടെ ഭാഗമായി നമ്മൾ കണ്ടിട്ടുണ്ട്. പല കേസുകളുടെ ഭാഗമായി ഈ പ്രതികൾ ഉന്നയിക്കുന്നത് കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഇവിടെയും അത്തരം കാര്യങ്ങൾ തന്നെ ഈ പ്രതികൾ ഉന്നയിക്കാൻ തന്നെയാണ് പൂർണ്ണമായും തന്നെ സാധ്യതയുള്ളത്. അത്രയും കാര്യങ്ങളും ഒപ്പം തന്നെ തങ്ങളിതിൽ പ്രതികളല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടേക്കാം. ഏതായാലും കോടതിക്ക് മുന്നിൽ ഈ ദിവസങ്ങളിലുള്ളത് ഇവർക്കെതിരെ തെളിയിക്കപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. ഇവർക്ക് മേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ ഗൂഢാലോചനയും അതോടൊപ്പം തന്നെ സംഘം ചേർന്ന് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകലും അത് കൂട്ടബലാത്സംഗവും ഉൾപ്പെടെ നിരവധിയായ വകുപ്പുകൾ IPC പ്രകാരമുള്ള നിരവധിയായ വകുപ്പുകളുണ്ട്. ഇതെല്ലാം തന്നെ ഇവർക്ക് മേൽ സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ചുമത്തപ്പെട്ട കുറ്റങ്ങളെല്ലാം തന്നെ ഇവർക്ക് മേലുള്ളത് നിലനിൽക്കും. ഈ 6 പേരും കുറ്റക്കാരാണ് എന്നത് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഒരു മാതൃകാപരമായ ഒരു ശിക്ഷ ഈ പ്രതികൾക്ക് കോടതിയിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെ സ്വാഭാവികമായും എല്ലാവരും പ്രതീക്ഷിക്കുന്നു. കാരണം കേരളം അത്രമേൽ ഞെട്ടിയ ഒരു സംഭവം തന്നെയായിരുന്നു. ഇതുപോലെ സമാനതകൾ മറ്റു കുറ്റകൃത്യങ്ങളുണ്ടോ എന്ന് പോലും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇത് കൊട്ടേഷൻ പ്രകാരം ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുക, ബലാത്സംഗം ചെയ്യുക എന്നതെല്ലാം തന്നെ കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവങ്ങൾ തന്നെയാണ്. അപ്പോഴും ഈ ഗൂഢാലോചന എന്നതടക്കമുള്ള കാര്യങ്ങൾ, കാരണം 120B കുറ്റകരമായ ഗൂഢാലോചന നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. അപ്പോൾ ഇതാരുടെ ഗൂഢാലോചനയാണ്, ഇതെങ്ങനെയാണ് നടപ്പാക്കിയത്, എന്താണ് ഇവർ ഈ 6 പേർ ചേർന്നാണെങ്കിൽ എന്താണ് അവരുടെ മോട്ടീവ്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ ഇന്ന് വിധിപ്പകർപ്പ് വരുന്നതോടുകൂടി അത്തരം ചോദ്യങ്ങൾക്ക് കൂടി അവസാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോ മറു ചോദ്യങ്ങൾക്ക് തുടക്കമാകുമോ, അതും നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അശ്വതി. ശരി ഡാനി പറഞ്ഞതുപോലെ ലൈംഗിക കുറ്റകൃത്യത്തിന് കൊട്ടേഷൻ നൽകുക എന്ന റെയർ കേസാണ്. അത് ഇന്ത്യയിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത കേസ് എന്ന രീതിയിൽ കൂടി അത് വളരെ പ്രത്യേകതകളുള്ള കേസാണ്. പക്ഷേ ഇതിൽ നിലനിൽക്കുന്ന കാര്യം ആരാണ് കൊട്ടേഷൻ നൽകിയത്,
ഏത് രീതിയിലാണ് എട്ടാം പ്രതിയായ ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ടത് എന്ന സംശയങ്ങളൊക്കെ ഇന്ന് വരുന്ന വിശദമായ ആ വിധി പ്രസ്താവത്തിൽ എങ്ങനെയാണ് എന്നുള്ള കുറേയധികം സംശയങ്ങൾക്ക് അതിൽ ഉത്തരമുണ്ടാകുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായി കേസിലേക്ക് ഉറ്റുനോക്കുകയാണ്. 11 മണിക്ക് തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. മറ്റൊന്ന്, രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഇന്ന് പരിഗണിക്കും. പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതിയുടെ നടപടികൾക്കെതിരെ ശക്തമായ ആക്ഷേപമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം നൽകുന്നതിന് സെഷൻസ് കോടതി സ്വാധീനിച്ചുവെന്ന് സർക്കാർ വാദിക്കുന്നു. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഗുഡ് മോർണിംഗ്. എന്താണ് സർക്കാർ ഉന്നയിക്കുന്ന വാദങ്ങൾ? അശ്വതി, ഈ രണ്ടാമത്തെ കേസ് പരിഗണിക്കുകയും ഒപ്പം തന്നെ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് അനുവദിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ പ്രോസിക്യൂഷൻ തീരുമാനിക്കുകയും ചെയ്തത്. അതായത് ഈ IG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ഈ രണ്ടാമത്തെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ മൊഴിയല്ല. പക്ഷേ ഈ കാര്യങ്ങൾ ഈ യുവതി തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒന്നാമത്തെ കേസിൽ അതിജീവിതയെ ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ആ പടങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ പേര് വിവരങ്ങൾ പുറത്തു വന്നാൽ ഒരുപക്ഷെ തനിക്കും ഈ ഗതി ഉണ്ടാകുമെന്നുള്ളൊരു ഭയം ഈ രണ്ടാമത്തെ പെൺകുട്ടിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മൊഴി നൽകാൻ സാധിക്കില്ല, അതായത് 164 നൽകാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടിലാണ് യുവതി ഉള്ളതെന്നാണ് അന്ന് മൊഴി നൽകിയപ്പോൾ പൂങ്കുഴലിയെ അറിയിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ മാതാപിതാക്കൾക്കൊപ്പമാണ്. പിന്നീട് വീണ്ടും ബംഗളൂരുവിലേക്ക് പോയതിനു ശേഷം അടുത്ത മാസം, അതായത് ജനുവരി ആദ്യ വാരത്തോടു കൂടി ഈ 164 നൽകാൻ, രഹസ്യമൊഴി നൽകാൻ തയ്യാറാണ് എന്നുള്ള ഒരു സമീപനമാണ് യുവതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ നടപടികൾ വേണം. നിലവിൽ ഈ രാഹുൽ മുൻകൂർ ജാമ്യം ലഭിച്ച് പുറത്തായതിനാൽ തന്നെ ഈ സാക്ഷിയെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ഒപ്പം തന്നെ ഇരയെ ഭീഷണിപ്പെടുത്താൻ അടക്കമുള്ള വലിയ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു നടപടി ഒരു തരത്തിലും ആദ്യ കേസ് പരിഗണിച്ചുകൊണ്ട് ഉണ്ടാകാൻ പാടില്ല. മറ്റൊന്ന്, ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ കോടതി ഒരിക്കൽ പോലും ഈ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. ഈ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് യുവതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മുറിവേൽപ്പിക്കുന്നു, വലിയ രീതിയിൽ തന്നെ ലൈംഗികമായ അതിക്രമം നടത്തുന്നു, അതായത് തന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഹോം സ്റ്റേയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു, അവിടെ വെച്ച് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നടക്കമുള്ള വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ മൊഴിയിലൂടെ യുവതി വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഇതൊന്നും തന്നെ, ഈ മൊഴികളൊന്നും തന്നെ കോടതിയുടെ മുൻപിലേക്ക് വന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു കേസ് വന്നത് എങ്ങനെയാണ്, അതിൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്. അതായത് ഒരു മെയിൽ വരുന്നു, അതും KPC അധ്യക്ഷൻ്റെ മെയിലിലേക്ക് ഇങ്ങനെ ഒരു പരാതി വരുന്നു. ആ പരാതി നിലവിലെ സാഹചര്യത്തിൽ ആ പരാതി DGPക്ക് ഫോർവേഡ് ചെയ്ത് നൽകുന്നു. ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടാമത്തെ കേസിൽ വീണ്ടും FIR ഇടുകയും തുടർ അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം പോവുകയും ചെയ്തത്. മുൻകാലങ്ങളിൽ, അതായത് നമുക്കറിയാം, ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില ആരോപണങ്ങൾ വന്ന സാഹചര്യത്തിൽ അന്ന് ഈ വിഷയത്തിൽ ഈ ഒരു കേസും അന്നും ഉയർന്നു വന്നിരുന്നു. അന്ന് ഈ അന്വേഷണ സംഘം, അതായത് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ളവർ ഈ യുവതിയുടെ മൊഴിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അന്നും താല്പര്യമില്ല, തനിക്ക് പൊതുമധ്യത്തിലേക്ക് വരാൻ താല്പര്യമില്ല, പരാതിയുമായി വരാൻ താല്പര്യമില്ല എന്നായിരുന്നു അന്നും യുവതി പറയുകയും ചെയ്തത്. അതോടുകൂടി ആ വിഷയം അല്ലെങ്കിൽ ആ ഒരു കേസ് എങ്ങും എത്താതെ അവിടെ നിന്ന് അവസാനിപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. പിന്നീട് വീണ്ടും ഈ ആദ്യത്തെ പെൺകുട്ടി ഇപ്പോൾ ആദ്യത്തെ ബലാത്സംഗ കേസിൽ നൽകിയ പരാതി അത് കൂടുതൽ ബലപ്പെടുകയും ഒപ്പം തന്നെ രാഹുലിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു രണ്ടാമത്തെ പരാതി നൽകാൻ ഇത്തരത്തിൽ ഈ ബംഗളൂരുവിലെ യുവതി തയ്യാറാവുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കോടതി ഈ കാര്യങ്ങളൊന്നും തന്നെ പരിഗണിച്ചില്ല. ഈ അതിജീവിതയുടെ പേരോ അല്ലെങ്കിൽ എവിടെ വെച്ചാണ് തന്നെ പീഡിപ്പിച്ചത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വിശദീകരിക്കാത്ത ഒരു പരാതിയാണ്. അതായിരുന്നു പ്രതിഭാഗത്തിന് വേണ്ടി പ്രതിഭാഗം വാദിക്കുകയും ചെയ്തു. അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു നടപടി അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധി മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴും ഇത്തരത്തിൽ പോലീസ് നൽകുന്ന വിവരങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ കൃത്യമായി അതിനെ ഖണ്ഡിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എല്ലാ തിങ്കളാഴ്ചയും, അതായത്
സാക്ഷികളെ ഒരിക്കലും ഒരു തരത്തിലും സ്വാധീനിക്കാൻ പാടില്ല, ഒരാളെയും ഭീഷണിപ്പെടുത്താൻ പാടില്ല. ഒപ്പം തന്നെ എല്ലാ തിങ്കളാഴ്ചയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകുകയും ചെയ്തിരിക്കുന്നത്. അത് ഈ പശ്ചാത്തലത്തിൽ കൂടി, അതായത് നിലവിൽ അടുത്ത മാസത്തോളം അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ യുവതി മൊഴി നൽകാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളൊരു അഭിപ്രായം പ്രോസിക്യൂഷൻ നൽകിയിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് എല്ലാ തിങ്കളാഴ്ചയും ഹാജരാകണം രാഹുൽ എന്നുള്ളൊരു നിർദ്ദേശം, അങ്ങനെ ഒരു വിധി കൂടി ഇത്തരത്തിൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത് റദ്ദാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ഇനിയും കൂടുതൽ പേർ പരാതികളുമായി രംഗത്ത് വരാനുണ്ട്, ഈ ഒരു നടപടിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട് എങ്കിൽ അത്തരത്തിൽ പലർക്കും പരാതിയുമായി മുന്നിട്ടിറങ്ങാനോ അല്ലെങ്കിൽ മുന്നോട്ട് വരാനോ സാധിക്കില്ല. അങ്ങനെ ഭയത്താൽ കഴിയുന്ന നിരവധി പേരുണ്ട്, നിരവധി പരാതികൾ പൊതുമധ്യത്തിലുണ്ട്. പക്ഷേ അവരൊന്നും തന്നെ ഈ പോലീസിനെ അറിയിക്കാനോ അല്ലെങ്കിൽ ഈ വിവരങ്ങൾ കൈമാറാനോ തയ്യാറാകാത്തതിൻ്റെ കാരണം ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായ രീതിയിൽ പ്രചരണം നടക്കുന്നു. ഇത്തരത്തിൽ കേസുകളുമായി ബന്ധപ്പെട്ട് രാഹുലിന് കോടതിയിൽ നിന്ന് അനുകൂലമായ രീതിയിലുള്ള നിലപാടുകൾ ഉണ്ടാകുന്നു. അതൊക്കെ ഈ കേസിനെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നടപടി അവിടെ നമുക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ബോഡി ലാംഗ്വേജിൽ ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പ്രതികരണങ്ങളിലും നമുക്കത് വ്യക്തമായിരുന്നു. തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഒരു ചായ മുഴുവൻ ഊതി കുടിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന രാഹുലിനെ നമ്മൾ കണ്ടു. അയാൾക്കൊരു ഊർജ്ജം ലഭിച്ചിട്ടുണ്ട് ഈ വിധികൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് അതായത് ഇത്രയും വലിയൊരു ഗുരുതര ആരോപണം, അത് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ മുഖ്യമന്ത്രിക്ക് അടക്കം കൈമാറുകയും പിന്നീട് സംസ്ഥാനത്തെ തന്നെ ഒരു MLA ഈ ഒരു കേസിൽ ഉൾപ്പെടുകയും അതിനെതിരെ നിരവധി പേർ പരാതിയുമായി രംഗത്ത് വരുന്നൊരു പശ്ചാത്തലമാണ്. എന്നിട്ട് പോലും ഒരു തരത്തിലും ഒരു നടപടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത പശ്ചാത്തലം, അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇനി ഏതെങ്കിലും തരത്തിലൊരു യുവതികളോ ഇത്തരത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ട് രാഹുലിന് നിന്നും ഏതെങ്കിലും തരത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടുള്ള യുവതികളോ അല്ലെങ്കിൽ പീഡനം നേരിടേണ്ടി വന്നിട്ടുള്ള യുവതികളോ ഒക്കെ ഉണ്ട് എങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള യുവതികളുണ്ട് എന്നുള്ള ചില അഭ്യൂഹങ്ങളുണ്ട്, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അവരൊക്കെ മുഖ്യധാരയിലേക്ക് വരാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട് ഈ പരാതികൾ കൈമാറാനോ തയ്യാറാകാത്തതിന് പ്രധാനപ്പെട്ട കാര്യം കൂടി ഇത് തന്നെയാണ്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട്ടേക്ക് ഏകദേശം 14 ദിവസത്തിന് ശേഷം പാലക്കാട്ട് ഒളിവ് ജീവിതം കഴിഞ്ഞതിന് ശേഷം പാലക്കാട് വീണ്ടും രംഗത്തിറങ്ങി രാഹുൽ വന്നപ്പോൾ നമുക്ക് കാണുകയും ചെയ്തു. ഒരു തരത്തിൽ പോലും ഈ ജാളിതയോ അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊന്നും തന്നെ അയാളെ ബാധിച്ചിട്ടില്ല എന്ന രീതിയിലായിരുന്നു ആ ഒരു ഘട്ടങ്ങളിലെല്ലാം ഇന്നലെ എല്ലാം തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിലും ഒപ്പം തന്നെ അവിടുത്തെ നാട്ടുകാർക്ക് മുമ്പിലും ഒക്കെ അദ്ദേഹം നടിച്ചു കാണിച്ചതെന്നുള്ളത് നമുക്ക് കാണുകയും ചെയ്തു. അർത്ഥത്തോളം ചിരി മുഖത്തോട്ടായിരുന്നു. അതായത് ഈ വിഷയങ്ങളൊന്നും തന്നെ ബാധിക്കില്ല, കോടതിയിൽ നിന്ന് തനിക്ക് നിയമപരമായി പരിരക്ഷ നേടാം, ഈ തെളിവുകളൊന്നും തന്നെ ശിക്ഷിക്കപ്പെടാൻ സാധിക്കില്ല, അതൊന്നും പര്യാപ്തമല്ല എന്നൊരു നിലപാട് ഇത്തരത്തിൽ ഈ കോടതി വിധികളിലൂടെ കൂടി രാഹുലിന് സ്വായത്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതി സമീപിക്കുകയും ഈ മുൻകൂർ ജാമ്യ ഹർജി റദ്ദാക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും 15-ാം തീയതി വരെ ആദ്യ കേസിൽ അറസ്റ്റ് പാടില്ല എന്ന് കോടതി നിർദ്ദേശമുണ്ട്. 2ാം കേസിലാണ് മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആദ്യ കേസിൽ കൂടുതൽ കുരുക്ക് രാഹുലിനെ സംബന്ധിച്ച് മുറുകിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നടപടികൾ ഇനി 15-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഇനി എങ്ങനെയായിരിക്കും ഒരു തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും, അതോ വീണ്ടും ഈ വിഷയത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നൊക്കെ കണ്ടറിയിക്കുന്നു. എന്തായാലും 2ാമത്തെ കേസിൽ ഈ പറയുന്ന 2ാമത്തെ പരാതിക്കാരിയുടെ മൊഴി, അതായത് 164 രേഖപ്പെടുത്തിയാൽ മാത്രമേ, ഔദ്യോഗികമായി അതൊരു പരാതിയായി മാറിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു കടുത്ത നടപടികളിലേക്ക് പോവുകയുള്ളൂ എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ ഇന്ന് വീണ്ടും ഈ വിഷയത്തിൽ വാദം കേൾക്കും. ഈ മുൻകൂർ ജാമ്യ ഹർജി റദ്ദാക്കുമോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് നമുക്കിനി അറിയേണ്ടത്. ശരി മിഥുൻ, അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസിലുള്ള മുന്നോട്ടുള്ള നീക്കങ്ങൾ വളരെ സാഗൂതം നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതികരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ തന്നെയായിരുന്നു. തനിക്ക് പറയാനുള്ളതും തനിക്കെതിരെ പറയാനുള്ളതുമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ആ പ്രതികരണത്തിലുണ്ടായിരുന്നു താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, ഇനിയൊന്നും ചെയ്യുകയുമില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു രാഹുൽ. എന്തായാലും ഇനിയുള്ള നീക്കങ്ങൾ ഏത് രീതിയിലാണ് നമുക്ക് നോക്കാം. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ നൽകിയ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. കട്ടിളപ്പാളെ കേസിലെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറയുക. നിലവിൽ ദ്വാരപാലക കേസിൽ റിമാൻഡിലാണ് പത്മകുമാർ. അതിനാൽ ജാമ്യം ലഭിച്ചാലും പുറത്തിറങ്ങാനാകില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയതിൽ ബോർഡിന് കൂട്ടുത്തരവാദിത്വം ഉണ്ട് എന്നാണ് ഹർജിയിൽ പറയുന്നത്. തദ്ദേശ വിധി നാളെ.
കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെയാണ്. 244 കേന്ദ്രങ്ങളിലായി രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ തുടങ്ങുക. 8:30യോടെ ആദ്യ ഫലസൂചനകൾ അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്നും ആധിപത്യം തുടരാനാകുമെന്നുമാണ് LDFന്റെ കണക്കുകൂട്ടൽ. എന്നാൽ സർക്കാരിനെതിരെ ജനം വിധി എഴുതിയതായും മുന്നണി ശക്തമായി തിരിച്ചുവരവ് നടത്തുമെന്നുമാണ് UDFന്റെ ആത്മവിശ്വാസം. പലയിടങ്ങളിലും നിർണായക ശക്തിയാകുമെന്നും വോട്ട് ശതമാനം ഉയർത്തുമെന്നുമാണ് BJPയുടെ പ്രതീക്ഷ. 2 ഘട്ടങ്ങളിലായി 73.5% പോളിംഗ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 2% കുറവാണ് ഇത്തവണ പോൾ ചെയ്തത്. കോട്ടയം പാല തെക്കേക്കരയിൽ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്നു. ആലപ്പുഴ കളർകോട് സ്വദേശി വിപിനാണ് കൊല്ലപ്പെട്ടത്. മദ്യലഹരിയിലുണ്ടായ തർക്കത്തിനിടെയാണ് കൊലപാതകം. ആലപ്പുഴ സ്വദേശി ബിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചത്? അശ്വതി, പാലാ നഗരത്തിൽ തന്നെയാണ് ഈ സംഭവം ഉള്ളത്. മുരിക്കുംപുഴ ക്ഷേത്രത്തിന് സമീപമാണ് ഈ സംഭവം. ഇരുവരും ആലപ്പുഴ സ്വദേശികളാണ്. ഇവർ ഇവിടെ അടുത്ത് ഒരു വീട് നിർമ്മാണത്തിനായി വന്ന് താമസിക്കുകയായിരുന്നു. ആ വീട് നിർമ്മാണത്തിന് എല്ലാം പൂർത്തിയായി. ഇന്ന് അതിന്റെ പാലുകാച്ചൽ ചടങ്ങടക്കം നടത്താനിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ഒരു സൽക്കാരം ഉണ്ടാക്കി. അതിനിടയിലുണ്ടായ വാക്കുതർക്കമാണ് പിന്നീട് റോഡിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഇങ്ങനൊരു കത്തിക്കുത്തിലേക്ക് മാറുകയും ചെയ്തത്. ആദ്യം ഈ വിപിൻ ആശുപത്രിയിലെത്തി മരിച്ചു എന്ന വിവരം അറിയാതെ ബിനീഷും അവിടേക്ക് വരികയായിരുന്നു. അതായത് പാലാ ജനറൽ ആശുപത്രിയിലേക്ക് വരികയായിരുന്നു. വിപിനും ചെറിയ രീതിയിൽ കുത്തേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. പക്ഷേ ഇതിനിടെ ഈ മരിച്ചതറിഞ്ഞ് തന്നെ എത്തിയ പോലീസ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇരുവരും സുഹൃത്തുക്കളാണ്. മദ്യലഹരിയിലാണ് ഈ സംഭവം എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും കളർകോട് സ്വദേശിയാണ് ഈ മരിച്ചയാൾ. മറ്റേയാളും ആലപ്പുഴ സ്വദേശി തന്നെയാണ്. എന്തായാലും മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. മറ്റു തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. ശരി ശ്രീജിത്ത്. തിരുവനന്തപുരം വെള്ളറട സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ മദ്യപിച്ച് രാത്രി ഡ്യൂട്ടിക്കെത്തി ഡോക്ടർ. NHM ഡോക്ടറായ ജിത്തുവിനെയാണ് രോഗികളുടെ പരാതിയെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാറശാല ജനറൽ ആശുപത്രിയിൽ എത്തിച്ച ജിത്തുവിനെ രക്തസാമ്പിൾ ശേഖരിച്ച ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അരുൺ മോഹൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ഇത് രോഗികൾ തന്നെയാണ് പരാതിയുമായി മുന്നോട്ട് വന്നത്. എങ്ങനെയാണ് ഇവർ കണ്ടുപിടിച്ചത്? എന്താണ് സംഭവിച്ചത്? അശ്വതി, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. തെക്കൻ മലയോര മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യാരോഗ്യ കേന്ദ്രമാണ് വെള്ളറട CHSC എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡോക്ടറായ ജിത്തു എന്ന് പറയുന്ന NHM ഡോക്ടറിനെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായത്. ഇന്നലെ രാത്രി എത്തിയ രോഗികൾക്കാണ് ഇത്തരത്തിൽ മദ്യപിച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു സംശയത്തെ തുടർന്ന് അധികൃതരെ അറിയിക്കുകയും തുടർന്ന് നാട്ടുകാർ സംഘടിക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. വെള്ളറട പോലീസ് CA ഉൾപ്പെടെ എത്തിയ സ്ഥലത്തെത്തി ഇദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് പാറശാല ആശുപത്രിയിലെത്തിച്ച് രക്തസാമ്പിൾ എടുത്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് പറയുന്നത് രക്തസാമ്പിളിന് കെമിക്കൽ പരിശോധന ഫലം കിട്ടിയാൽ മാത്രമേ മറ്റ് നടപടിയിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ മാസവും ഇത്തരത്തിലൊരു സംഭവം ഇതേ ഡോക്ടറിൽ നിന്ന് ഉണ്ടായതായും അനുഭവം ഉണ്ടായതായും ഇവിടെയുള്ള പ്രദേശവാസികളും നാട്ടുകാരും പറയുന്നു. എന്തായാലും വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. കാരണം ഏറെ നാട്ടുകാർക്ക് ആശ്രയമുള്ള ഒരു ആശുപത്രിയാണ്. സാധാരണക്കാർ എത്തുന്ന ഒരു ആശുപത്രി ആകെയുള്ള ഡോക്ടർ ഇത്തരത്തിലാവുമ്പോൾ സ്വാഭാവികമാവും ജനങ്ങൾക്ക് ഒരു ആശങ്കയുമുണ്ട്. അശ്വതി, അതാണ് അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ഡോക്ടർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് രോഗികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി. പക്ഷേ അത് നിയമത്തിന് മനസ്സിലാകണമെങ്കിൽ തെളിവ് വേണം. അതുകൊണ്ട് തന്നെ രക്തപരിശോധനാ ഫലം വന്ന ശേഷമേ എന്തെങ്കിലും നടപടി ഉണ്ടാവുകയുള്ളൂ. 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഡിസംബർ 19 വരെയാണ് ചലച്ചിത്രമേള. 26 വിഭാഗങ്ങളിലായി 206 ചിത്രങ്ങളാണ് ഇത്തവണ IFFKയിൽ പ്രദർശിപ്പിക്കുന്നത്. ആൻമേരി ജാസർ സംവിധാനം ചെയ്ത പലസ്തീൻ 36 ആണ് ഉദ്ഘാടന ചിത്രം. ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആഫ്രിക്കൻ സിനിമയുടെ വക്താവും മൗറിത്താനിയൻ സംവിധായകനുമായ അബ്ദുറഹ്മാനെ സിസാക്കോയ്ക്ക് നൽകി ആദരിക്കും. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.
മ്യാൻമറിൽ സംഘർഷം രൂക്ഷമാണ്. സൈന്യം ആശുപത്രിക്ക് നേരെ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. സംഭവത്തിൽ 34 പേർ കൊല്ലപ്പെട്ടു, 80-ലധികം പേർക്ക് പരിക്കേറ്റു എന്നും അറിയുന്നു. വിമത ഗ്രൂപ്പായ അരാക്കൻ ആർമിയെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. അജയ് സുധ ബിജു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അജയ്, ഗുഡ് മോർണിംഗ്. നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ അരാക്കൻ ആർമിയുടെ അധീനതയിലുള്ള സ്ഥലമാണ് ഈ ആക്രമിക്കപ്പെട്ടതെന്ന് അറിയുന്നു. ഒപ്പം ഈ ഭരണകൂടത്തിന്റെ എന്തെങ്കിലും പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ സൈന്യം ഈ ഒരു ആക്രമണത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല. അവർ ഈ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആക്രമണം തുടരുകയായിരുന്നു. റാഖൈൻ സംസ്ഥാനത്തുള്ള മ്രൗക്യു എന്ന് പറയുന്ന സ്ഥലത്താണ് നിലവിൽ ഈ ആക്രമണമുണ്ടായത്. അവിടുത്തെ ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ഒരു വ്യോമാക്രമണം വഴി സൈന്യം തകർത്തത്. ഒരു ഫൈറ്റർ ജെറ്റ് വഴി 2 മിസൈലുകളാണ് ഈ ആശുപത്രിക്ക് നേരെ തൊടുത്തുവിട്ടതെന്നാണ് നിലവിൽ നമുക്ക് വിവരം ലഭിക്കുന്നത്. 10 പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. മറ്റുള്ളവർ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്. നിലവിൽ മരണസംഖ്യ 34 കടന്നിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. 80-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 2021 മ്യാൻമറിൽ പട്ടാള ഭരണം ഏർപ്പെടുത്തുന്നത്. അതിനുശേഷം നടന്ന ഏറ്റവും വലിയ ഒരു ആക്രമണം തന്നെയാണിത്. UN ഉൾപ്പെടെ മ്യാൻമറിലെ സാഹചര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പിന്നാലെ ഇപ്പോൾ ഈ ഒരു ആക്രമണത്തെ തുടർന്നും നിരവധി ഇതിനെ അപലപിച്ചുകൊണ്ട് നിരവധി സംഘടനകൾ ഉൾപ്പെടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോൾ മ്യാൻമറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് സംഘർഷം വീണ്ടും രൂക്ഷമായിരിക്കുന്നത്. ഈ അരാക്കൻ സേന, അരാക്കൻ എന്ന് പറയുന്ന വിമത ഗ്രൂപ്പിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമത്തിലാണ് സൈന്യം എന്ന് പറയുന്നത്. എന്നാൽ സൈന്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്നും ആളുകളുടെ അവകാശങ്ങളെ അടിച്ചമർത്തുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ അരാക്കൻ ആർമി പ്രധാനമായിട്ടും പ്രതിഷേധവും അതുപോലെ തന്നെ ഒളിച്ചിരുന്നു കൊണ്ടുള്ള ആക്രമണങ്ങളും എല്ലാം നടത്തുന്നത്. ഈ വരുന്ന ഡിസംബർ 28 മുതലാണ് മ്യാൻമറിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അരാക്കൻ ആർമിയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമെന്നാണ് മ്യാൻമറിൻ്റെ ഔദ്യോഗിക സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ ഇതിനെ തുടർന്നാണ് നിലവിലെ സംഘർഷ സാധ്യത അത് കൂടുതൽ വഷളായിരിക്കുന്നത്. ശരി, അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകി. അജയ്, തുടരണം. മറ്റൊരു വാർത്ത, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു എന്നതാണ്. US പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും ചർച്ച ചെയ്തു. അന്തർദേശീയ വിഷയങ്ങളും ചർച്ചയായി എന്നറിയുന്നു. ആഗോള സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടി ഇരു രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യൻ സന്ദർശനത്തിന് പിന്നാലെയാണ് മോദി ട്രംപ് സംഭാഷണം. അജയ്, അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യവും. റഷ്യൻ പ്രസിഡന്റിന്റെ ഈ സന്ദർശനത്തിന് പിന്നാലെ എന്തൊക്കെ കാര്യങ്ങളിലാണ് ചർച്ച നടത്തിയത്? ഈ ഇന്ത്യ ഇപ്പോൾ US-ഉമായിട്ടുള്ള നിരവധി അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് റഷ്യയുമായി അടുക്കുന്നു എന്നുള്ള തരത്തിലെ ആക്ഷേപം അത് മറ്റ് ലോകരാജ്യങ്ങൾ മാത്രമല്ല അമേരിക്കയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ഒരു അഭിപ്രായം അത് ഉയർന്നു കേട്ടിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്നാകണം ഇപ്പോൾ നിലവിൽ ഇന്ത്യയോടുള്ള ഒരു സമീപനത്തിൽ ട്രംപ് ചെറിയൊരു മയം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ ഡൽഹിയിൽ പുതിയ ഘട്ട വ്യാപാര കരാർ ചർച്ചകൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഈ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ് നിലവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും തമ്മിൽ ടെലിഫോൺ വഴി സംസാരിച്ചത്. വ്യാപാര കരാർ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഇരുവരും സംസാരിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത് കൂടുതൽ ദൃഢമാക്കുമെന്നും ഉഭയകക്ഷി ബന്ധം അത് കൂടുതൽ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും സംഭാഷണത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് കഴിഞ്ഞതിന് ശേഷം എക്സിൽ കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി അന്താരാഷ്ട്ര വിഷയങ്ങൾ, ആഭ്യന്തര വിഷയങ്ങൾ, ആഗോള സുരക്ഷയ്ക്കും സമാധാനത്തിനുമുള്ള കാര്യങ്ങൾ ഇവയെല്ലാം ചർച്ചാ വിഷയമായതായിട്ടാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വ്യാപാര കരാറും മുഖ്യ ചർച്ചാ വിഷയം ആയതായിട്ടാണ് സൂചന. നമുക്ക് നേരത്തെ നടന്ന സംഭവവികാസങ്ങൾ അറിയാം. ഇന്ത്യക്ക് നിലവിൽ 50% പിഴത്തീരുവയാണ് അമേരിക്ക ഇന്ത്യൻ സാധനങ്ങൾക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ട്രംപ് തൻ്റെ നിലപാട് കുറച്ചുകൂടി കടുപ്പിച്ച് ഇന്ത്യ വിതരണം ചെയ്യുന്ന അരിക്ക് മേലും ഇത്തരത്തിലൊരു തീരുവ വേണം, അരിയെ മാത്രം, ഈ ഭക്ഷണ സാധനമായിട്ടുള്ള അരിയെ മാത്രം ഇതിൽ നിന്നും മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്ന് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് തൻ്റെ നിലപാട് കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷമാണ് ഈ റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്ന്. അതാണ് അജയ്, ആ സമയത്ത് US-ന്റെ നടപടി അത്യന്തം അന്യായമാണ് എന്ന പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു.
അതിനുശേഷം ഇത്തരത്തിലൊരു സൗഹൃദ സംഭാഷണം ഉണ്ടായിരിക്കുന്നു. ഇതിനെങ്ങനെയാണ് കാണേണ്ടത്? തീർച്ചയായിട്ടും ഇന്ത്യ റഷ്യയോട് അടുക്കുന്നത് അത് അമേരിക്കയെ സംബന്ധിച്ച് കൂടുതൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രധാനമായിട്ടും ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തും പങ്കാളിയും എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ളൊരു സൗഹൃദം കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഏഷ്യയിലുള്ള അവരുടെ ഒരു സ്വാധീനം അത് കുറഞ്ഞു പോകുമോ എന്നുള്ള ഒരു ആശങ്ക തീർച്ചയായിട്ടും അമേരിക്കയ്ക്കുണ്ട്. അത് അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ ട്രംപിനെതിരെയുള്ള ഒരു വിമർശനമായി തന്നെ വന്നിരുന്നു ഈ റഷ്യയുമായിട്ട് ഇന്ത്യ അടുക്കുന്ന ഒരു നടപടി. അപ്പോൾ ഇത്തരത്തിൽ സ്വന്തം രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ വിമർശനം ശക്തമായ സാഹചര്യത്തിലാണ് ട്രംപ് നിലവിൽ ഈ മോദിയുമായിട്ട് സൗഹൃദത്തിൻ്റെ കൈകോർക്കുന്നത്. നിലവിൽ ഡൽഹിയിൽ വ്യാപാര കരാർ ചർച്ചകളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കൻ പ്രതിനിധി നിലവിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ വളരെ നല്ലൊരു ഡീലാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ വ്യാപാര കരാറിൽ ഒപ്പിടാനുള്ള എല്ലാ സാധ്യതകളും ഇത് കാരണം തന്നെ നിലവിൽ നമുക്ക് മുന്നിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. വളരെ നല്ലൊരു കരാറാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചത് എന്ന് പറയുന്ന സാഹചര്യത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പീയൂഷ് ഗോയൽ പ്രതികരിച്ചത് വെച്ചിട്ട് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ഇതിനു മുൻപേ ഈ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ചിരുന്നു. എന്നാൽ സമയപരിധി നൽകിയാൽ അത് കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് നീളും. കാര്യം ഇന്ത്യക്ക് കൃത്യമായി ആലോചിച്ച് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചേക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ കാലാവധി ഇല്ലാതെ ഒരു വ്യാപാര കരാർ ചർച്ചകളാണ് വേണ്ടത് എന്ന് പീയൂഷ് ഗോയൽ നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. ഇപ്പോൾ നിലവിൽ അത്തരം ഒരു സാഹചര്യമാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വ്യാപാര കരാർ അതിലുള്ള അഭിപ്രായ ഭിന്നതകളും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് തീരുവ വിഷയം അത് ഉൾപ്പെടെ മാറിക്കൊണ്ട് പഴയതുപോലെ വളരെ നല്ലൊരു സുഗമമായിട്ടുള്ള രീതിയിൽ ഒരു ഉഭയകക്ഷി ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അജയ് സുധാ ബിജുവാണ് വിശദവിവരങ്ങൾ നൽകിയത്. നമുക്ക് ശബരിമല വാർത്തകളിലേക്ക് പോകാം. ശബരിമലയിൽ തീർത്ഥാടകർക്ക് കൗതുകമുണർത്തി അയ്യപ്പന്റെ കഥ പറയുന്ന കഥകളി. കൊല്ലം മണ്ണൂർക്കാവ് കഥകളി കേന്ദ്രത്തിലെ കലാകാരന്മാരാണ് സന്നിധാനത്ത് കഥകളി അവതരിപ്പിച്ചത്. നടപ്പന്തലിന്റെ ഓരത്തെ തിണ്ണയിലിരുന്ന് ചായം തേച്ചു തുടങ്ങി കഥകളി കലാകാരന്മാർ. ഒരുക്കും മിനുക്കും കാണാൻ അപ്പോഴേക്കും ആളുകൾ കൂടി തുടങ്ങി. 7 വയസ്സുള്ള അദ്വൈത് മുതൽ 61 വയസ്സുള്ള ബാലകൃഷ്ണൻ ആശാൻ വരെയുള്ള 30ഓളം കലാകാരന്മാരാണ് സംഘത്തിലുള്ളത്. കഴിഞ്ഞ 3 വർഷങ്ങളായി സംഘം ശബരിമലയിലെത്തി കഥകളി അവതരിപ്പിക്കുന്നു. മഹാരാജാവിനോട് താൻ ആരാണെന്നുള്ള സത്യം വെളിപ്പെടുത്തി താൻ ഇനി ശബരിഗിരിയിൽ വസിക്കുകയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരെ പമ്പയിലെത്തി തൻ്റെ ജ്യേഷ്ഠനായ പമ്പാ ഗണപതിയെ കണ്ട് താനിനി ശബരിഗിരിയിൽ വസിക്കുകയാണെന്ന് പമ്പാ ഗണപതിയെ അറിയിച്ച് ജ്യേഷ്ഠൻ്റെ അനുഗ്രഹവും വാങ്ങി ശബരി പീഠത്തിലെത്തി ശബരി പീഠത്തിൽ അയ്യപ്പനായിട്ട് വാഴുന്നത് വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അയ്യപ്പൻ പന്തളം കൊട്ടാരത്തിലെത്തിയത് മുതൽ പുലിപ്പല്ലിനായി കാട്ടിലേക്ക് പോകുന്നതും ത്രിലോകങ്ങളെയും കീഴ്പ്പെടുത്തിയ മഹിഷിയെ നിഗ്രഹിക്കുന്നതും ഒടുവിൽ ശബരിമലയിൽ കുടിയിരിക്കുന്നതും വരെയുള്ള 2.5 മണിക്കൂർ നീളുന്ന അയ്യപ്പ മഹാത്മ്യം എന്ന ആട്ടക്കഥയാണ് അരങ്ങിൽ. കേട്ടറിവ് മാത്രമുള്ള അയ്യപ്പകഥ കഥകളി രൂപത്തിൽ അരങ്ങിലെത്തിയപ്പോൾ കണ്ടുനിന്ന തീർത്ഥാടകർക്കും അത് കൗതുകമായി. ന്യൂസ് 18 സന്നിധാനം. പമ്പയിൽ നിന്ന് ശബരിമലയിലേക്കുള്ള യാത്രയിൽ ഈ സീസണിൽ ഇതുവരെ ജീവൻ നഷ്ടമായത് 19 പേർക്കാണ്. കഠിനമായ മലകയറ്റത്തിനിടയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണങ്ങളേറെയും സംഭവിച്ചത്. വിപുലമായ ആരോഗ്യ സേവനങ്ങൾ ഉണ്ടെങ്കിലും ആയാസകരമായ യാത്രയിൽ ഭക്തർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടും. കുത്തനെയുള്ള നീലിമലയും അപ്പച്ചിമേടുമെല്ലാം വേഗത്തിൽ കയറുന്നത് ചിലർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു മണ്ഡലകാല സീസണിൽ ശരാശരി 40 മുതൽ 42 പേര് വരെ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുന്നുണ്ട്. ഭൂരിഭാഗവും 40-നും 60-നും ഇടയിൽ പ്രായമുള്ളവർ. പെട്ടെന്നുണ്ടാകുന്ന ശാരീരിക ആയാസമാണ് ഒരു പരിധിവരെ കാരണം. മല കയറുമ്പം മെയിൻ കാര്യം നമുക്കതൊരു പതിയെ കയറുന്നതാണ് എപ്പോഴും നല്ലത്. ഓടിച്ചാടി കയറേണ്ട ആവശ്യമില്ല.
കയറുക ഇരിക്കുക കയറുക ഇരിക്കുക, അങ്ങനെ വളരെ സാവധാനത്തിൽ മാത്രം കയറുക. മല കയറുന്ന വഴിക്ക് നമുക്കൊരു വല്ലാതെ ക്ഷീണമോ കിതപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, നെഞ്ചുവേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അടുത്തുള്ള വൈദ്യസഹായം തരണം. അങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ നമുക്ക് പമ്പയിലുണ്ട്, പിന്നെ നീലിമലയുണ്ട്, അപ്പാച്ചിമലുണ്ട്, സന്നിധാനത്തും ആശുപത്രിയിലുണ്ട്, അല്ലാതെ എമർജൻസി മെഡിക്കൽ സെൻ്ററിലുണ്ട്. ഇവിടെ കാണിച്ചാൽ മതി. അവിടെ കാർഡിയോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സ്പെഷ്യാലിറ്റിയും ഉണ്ട്. പിന്നെ ഇവിടെ സർജറി ഉണ്ട്. നമുക്കതുകൊണ്ട് ചികിത്സയിൽ യാതൊരു കുഴപ്പമുണ്ടാകത്തില്ല. പിന്നുള്ളത് വരുന്ന വഴിക്ക് ലേശം വെള്ളം കുടിക്കുക, പിന്നെ തുറന്നു വെച്ചിരിക്കുന്ന ഫുഡ് കഴിവതും ഒഴിവാക്കണം. സന്നിധാനത്തെ ആശുപത്രികളും എമർജൻസി കൺട്രോൾ റൂമും സജ്ജമാണ്. ഇവിടെ ബന്ധപ്പെട്ടാൽ ഡോക്ടർമാരുടെയും ആംബുലൻസ് അടക്കമുള്ള സേവനങ്ങളും ലഭിക്കും. കൂടുതൽ നേരം നിൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നിർജ്ജലീകരണം കൂടാതെ പ്രമേഹം, അമിത രക്തസമ്മർദ്ദം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ് കൂടുതലും ശാരീരിക അസ്വാസ്ഥ്യം നേരിടുന്നത്. കഠിനമായ മലകയറ്റം എളുപ്പമാകണമെങ്കിൽ കൃത്യമായി മനസ്സും ശരീരവും പാകപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. സ്വന്തം ആരോഗ്യവും കൂടെയുള്ളവരുടെ ആരോഗ്യവും ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ മണ്ഡലകാലത്തും കൂടുതലുള്ള മരണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സുഗമമായി അയ്യപ്പ ദർശനം നടത്തി മടങ്ങുവാൻ കഴിയുകയുള്ളൂ. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ KP ധനേഷിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18. ശബരിമലയിലേക്ക് എത്തുമ്പോൾ അവിടെ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇന്ന് 25,000-ൽ അധികം പേർ ദർശനം നടത്തിയിരിക്കുകയാണ്. സാരംഗ് സുധാകരൻ അല്പസമയത്തിനകം വിവരങ്ങളുമായി ചേരും. ഇനി വരും ദിവസങ്ങളിലും ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. മണ്ഡല പൂജ തൊഴുന്നതിനായൊക്കെ നിരവധി ഭക്തരുടെ സന്ദർശനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആ രീതിയിൽ തന്നെയാണ് അവിടെ ദേവസ്വവും മുന്നോട്ട് പോകുന്നത്. അതിന് തക്കതായ ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഇന്ന് എന്തായാലും 25,000 പേർ ഇതുവരെ ദർശനം നടത്തിയെന്ന കണക്കാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായും വെള്ളിയാഴ്ചയാണ്. ഇനിയുള്ള 2 ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനാണ്, അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. തകർന്നടിഞ്ഞ് പാപനാശം ടൂറിസം മേഖല. സീസണായിട്ടും വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ട്. ഇക്കുറി എത്തിയത് വിരലിലെണ്ണാവുന്ന സഞ്ചാരികൾ മാത്രമാണ്. സീസൺ മുന്നിൽ കണ്ട് പാപനാശം തീരത്ത് കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിയവരും റിസോർട്ട് ഉടമകളും വലിയ പ്രതിസന്ധിയിലാണ്. അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ സുപ്രധാന സ്ഥാനം വഹിക്കുന്ന വർക്കല പാപനാശം തീരദേശ ടൂറിസം മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. വിദേശ സഞ്ചാരികളെ ഏറെ ആകർഷിച്ചിരുന്ന ക്ലിഫിലേക്ക് ഇത്തവണ വൻ നിക്ഷേപം നടത്തി കച്ചവട സ്ഥാപനങ്ങൾ ആരംഭിച്ച ചെറുകിട ഇടത്തരം വ്യാപാരികളെയാണ് ഇത് കടുത്ത പ്രതിസന്ധിയിലാക്കിയത്. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് വർക്കലയിലെ പ്രധാന ടൂറിസം സീസൺ. പ്രതീക്ഷിച്ച വരുമാനമില്ലാതായതോടെ പ്രവർത്തന ചെലവ് പോലും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ഭൂരിഭാഗം വ്യാപാരികളും. കൃത്യമായ ഒരു നിയന്ത്രണം ഇതുവരെയും ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അത് കാരണം ബീച്ച് യൂസേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ബീച്ച് ഉപയോഗിക്കാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം വിദേശ സഞ്ചാരികൾ വർക്കലയിൽ വരുന്നത് കുറവാണ്. പിന്നെ അതുപോലെ സീസൺ കാലം ഇവിടെ ഒരു നിശ്ചിത റേറ്റുകൾ ഒരു സ്ഥാപനങ്ങളായിട്ടും അതുപോലെ തന്നെ അതിനൊരു നിശ്ചിത റേറ്റോ അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല. വർക്കലയിലെ ഈ പ്രതിസന്ധിക്ക് കാരണമായി നാട്ടുകാരും ടൂറിസം വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ വർധനവാണ്. പഴയ കാലങ്ങളിൽ വിദേശ വിനോദസഞ്ചാരികളായിരുന്നു വർക്കലയിലെ പ്രധാന ആകർഷണം. എന്നാൽ നിലവിൽ കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആഭ്യന്തര ടൂറിസ്റ്റുകളാണ് കൂടുതലായി എത്തുന്നത്. പലപ്പോഴും സംഘമായി എത്തുന്ന ഇവർ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നതും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും പതിവാണ്. ഇവരെ നിയന്ത്രിക്കാൻ മതിയായ പോലീസ് സംവിധാനവും തീരത്ത് ഉണ്ടാകാറില്ല. വിദേശ സഞ്ചാരികളുടെ വരവ് കുറഞ്ഞതിന് പിന്നിൽ ഇതാകാം കാരണമെന്നാണ് നാട്ടുകാരുടെ അനുമാനം. ഇതിനു പുറമെ അടിസ്ഥാന വികസനത്തിലെ അപര്യാപ്തത, മാലിന്യ സംസ്കരണത്തിലെ അപാകതകൾ എന്നിവയും തിരിച്ചടിയായിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.
ഇടുക്കിയിൽ ബസ് ഡ്രൈവറുടെ അശ്രദ്ധ കാരണം ഇരുചക്ര വാഹന യാത്രികന് പരിക്ക്. ചികിത്സ ലഭ്യമാക്കാൻ ബസ് ജീവനക്കാർ ഇടപെട്ടില്ല എന്നും പരാതിയുണ്ട്. പകരം ബസ്സിനുണ്ടായ കേടുപാടുകൾ പരിഹരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടതായുമാണ് ആരോപണം. ബുധനാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. കൂട്ടാർ സ്വദേശിയായ കൊല്ലിയിൽ സന്തോഷ് കുമാർ ജോലിക്ക് പോകുന്നതിനിടെ തൂക്കുപാലം ജംഗ്ഷനിൽ വെച്ച് സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. നിർത്തിയിട്ട് യാത്രക്കാരെ കയറ്റുകയായിരുന്ന ബസ്സിനെ മറികടന്ന് സന്തോഷ് കുമാർ പോകുന്നതിനിടെ ബസ് പെട്ടെന്ന് വലത്തേക്ക് തിരിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. നിർത്തിയിട്ടിരുന്ന ബസ് മറ്റ് വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാതെ വളവ് തിരിഞ്ഞതാണ് അപകടത്തിനിടയാക്കിയത്. അപകടത്തിൽ കാലിന് പരിക്കേറ്റ സന്തോഷ് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അപകടം നടന്ന ഉടൻ ചെലവുകൾ വഹിച്ചുകൊള്ളാമെന്ന് ബസ് ജീവനക്കാർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ചികിത്സയ്ക്ക് ശേഷം ഇവരെ ബന്ധപ്പെട്ടെങ്കിലും കാല് മാറുകയായിരുന്നു. വലത്തേക്ക് ചക്കരയ്ക്കോട്ട് പോകാൻ വേണ്ടി എടുത്തപ്പോഴത്തേനും എൻ്റെ വണ്ടി കിട്ടുക ഞാൻ ബസ്സിനടിയിൽ പോവുകയായിരുന്നു. കാലിന് പരിക്ക് പറ്റി. അപകടം നടന്നത് സന്തോഷിന്റെ ഡ്രൈവിംഗിലെ പാളിച്ച കാരണമെന്നാണ് ബസ് ജീവനക്കാരുടെ പുതിയ വാദം. അതിനാൽ ബസ്സിനുണ്ടായ കേടുപാടുകൾ പരിഹരിച്ചു നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. സംഭവത്തിൽ സന്തോഷ് നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഇനി നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഡേ വിഷസിലേക്ക് പോകാം. തിരുവനന്തപുരം പാപ്പനംകോട് പൂഴിക്കുന്ന് സ്വദേശികളായ റീനയുടെയും പ്രജിത്തിന്റെയും മകളായ ഫിയയുടെ 9ാമത്തെ പിറന്നാളാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് അമ്മയും പപ്പയും സിസ്റ്റർ നിയയുമാണ്. ന്യൂസ് 18 വകയും ഫിയ മോൾക്ക് ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് അലീഷ ബോബന്റെ പിറന്നാളാണ്. ആലപ്പുഴ പൂന്തോപ്പ് സ്വദേശിയാണ്. ഹാപ്പി ബർത്ത്ഡേ അലീഷ. കിളിമാനൂർ സ്വദേശികളായ പ്രവീൺ ശ്രേണി ദമ്പതികളുടെ മക്കളായ റിത്യാനയുടെയും നിഹാരയുടെയും ജന്മദിനമായിരുന്നു ഇന്നലെ. രണ്ടുപേർക്കും ന്യൂസ് 18 ആശംസകൾ അറിയിക്കുകയാണ്. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ റിത്യാന ആൻഡ് നിഹാര. തൃശൂർ വാടാനപ്പള്ളി നടുവിൽക്കര സ്വദേശി കരുണന്റെ ജന്മദിനമായിരുന്നു ഇന്നലെ. ആശംസകൾ അറിയിക്കുന്നത് മകൻ കിരൺ, മകന്റെ ഭാര്യ പ്രസീത, പേരക്കുട്ടി കാർത്തിക് കൃഷ്ണ എന്നിവരാണ്. കർണേട്ട ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ആയിഷ ഫാത്തിമയുടെ ജന്മദിനമാണിന്ന്. ഷാഹിനയുടെയും ഹസന്റെയും മകളാണ് ആയിഷക്കുട്ടി. കുഞ്ഞനുജത്തി ദുവയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഒപ്പം ഞങ്ങൾ ന്യൂസ് 18 മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. ഹാപ്പി ബർത്ത്ഡേ ആയിഷ. പള്ളിപ്പുറം സ്വദേശിയായ സംഗീതിന്റെ ജന്മദിനമാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് ഭാര്യ നീതു, മകൻ എയ്ഡൻ എന്നിവരാണ്. സംഗീതിന് ന്യൂസ് 18 കുടുംബത്തിന്റെയും ഹാപ്പി ബർത്ത്ഡേ. ചേങ്കോട്ടുകോണം മഹേഷ് ജീന ദമ്പതികളുടെ മകൾ കീർത്തനയുടെ ബർത്ത്ഡേ ആണിന്ന്. ജന്മദിന ആശംസകൾ അറിയിക്കുന്നത് അനിയൻ നിരഞ്ജനാണ്. അപ്പോൾ അനിയന്റെ വക മാത്രമല്ല ഞങ്ങളുടെയും ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ കീർത്തന. കണിയാപുരം സ്വദേശികളായ മനോജ് നിത്യ ദമ്പതികളുടെ മകൻ നവീൻ കുട്ടന്റെ ഹാപ്പി ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ അച്ഛനും അമ്മയുമാണ് ആശംസകൾ അറിയിക്കുന്നത്. ഒപ്പം ഞങ്ങളും പറയുന്നു ഹാപ്പി ബർത്ത്ഡേ. കൊല്ലം കടയ്ക്കൽ സ്വദേശികളായ ശ്രുബിന്റെയും അഷിതയുടെയും 7ാമത്തെ വിവാഹ വാർഷികമായിരുന്നു ഇന്നലെ. അപ്പോൾ എന്തായാലും രണ്ടുപേർക്കും ഒരു നല്ല വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം നല്ല ഭംഗിയായി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകട്ടെ. ഹാപ്പി ആനിവേഴ്സറി ബിലേറ്റഡ് വിഷസ് ശ്രുബിൻ ആൻഡ് അഷിത. എന്തായാലും രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണിന്ന്. കോടതിയിലേക്ക് നമ്മൾ എത്തിനോക്കുന്നു. അവിടെയും
പ്രതികളുടെ നടി ആക്രമിച്ച കേസിലെ പ്രതികളുടെ ശിക്ഷാവിധി ഇന്ന് വരികയാണ്. എങ്ങനെയാണ് 8ാം പ്രതിയായ ദിലീപ് കുറ്റവിമുക്തനായത് എന്നതിലടക്കമുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരമായി വിധിപ്പകർപ്പ് ഇന്ന് പുറത്തു വരികയും ചെയ്യും. എന്തായാലും ആ വാർത്തകളിലേക്കൊക്കെ ഉറ്റുനോക്കുകയാണ്. അതിലേക്കൊക്കെ എത്താം. രാവിലെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.